ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് കർത്താവിൻ്റെ ദിവസം, ഞായറാഴ്ച ദിവസം, ശ്ലീഹാകാലം 4-ാമത്തെ ഞായറാഴ്ചയാണെന്ന്. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത് ലൂക്കാസ് സുവിശേഷത്തിൽ നിന്നാണ്. 6-ാം അധ്യായം 27-ാം വാക്യം. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. തിന്മയെ തിന്മ കൊണ്ട് ജയിക്കാൻ എളുപ്പമാണ്, അത് സാധിക്കുന്ന കാര്യവുമാണ്. അതായിരുന്നു പഴയ നിയമം. തിന്മയെ തിന്മ കൊണ്ട് ജയിക്കുക. ഒരാൾ നിൻ്റെ കർണത്തടിച്ചാൽ അയാൾക്കും അതുപോലെ മറ്റേയാളെ തിരിച്ചടിക്കാം. ഒരു കണ്ണ് ഒരാൾ മറ്റൊരാളുടേത് എടുത്താൽ ഇയാൾക്ക് അടിച്ചയാളുടെ അല്ലെങ്കിൽ കണ്ണെടുത്തയാളുടെ കണ്ണ് തിരിച്ചെടുക്കാൻ അവകാശം. പല്ലിന് പകരം ഒരു പല്ല് തിരിച്ചെടുക്കാൻ അവകാശം. തിന്മയെ തിന്മ കൊണ്ട് എതിർത്ത് അല്ലെങ്കിൽ നീതി മാത്രം കാണിച്ച് പരസ്പരം ഒരുപോലെ ചെയ്ത് അതൊരു തുല്യത കാണിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തുക, അത് പഴയ നിയമമായിരുന്നു. എന്നാൽ പുതിയ നിയമം അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ ഈശോ പറയുമ്പോൾ തിന്മ ചെയ്യുന്നവനെ തിന്മ കൊണ്ടല്ല നന്മ കൊണ്ട് കീഴടക്കണമെന്നാണ് പറയുന്നത്. അവിടെ ഈശോ പറയുന്നു, ഒരു കർണത്തടിക്കുമ്പോൾ തിരിച്ചടിക്കുകയല്ല, മറുകർണം കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി കൊടുക്കുക. നമ്മുടെ ദൈവികമായ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ കാണിച്ച് ശത്രുവിനെ പോലും അമ്പരപ്പിക്കുന്ന സ്നേഹമെന്ന ആ കാര്യത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. ശത്രുവിനെ കീഴടക്കാനുള്ള വഴി തിരിച്ചു പ്രതികരിക്കലല്ല, ഏറ്റവും വലിയ പുണ്യമായ സ്നേഹം കാണിക്കലാണെന്ന് ഈശോ പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ആ സ്നേഹമാണ് അത്ഭുതം കാണിക്കാൻ പോകുന്നത്. സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത് ക്ഷമയിലൂടെയാണ്. അതുകൊണ്ടാണ് ഒരു കർണത്തടിക്കുന്നവൻ്റെ മറുകർണത്തെ തിരിച്ചടിക്കാതെ അല്ലെങ്കിൽ മറുകരണം അടി കിട്ടിയ ആൾ തന്നെ കാണിച്ചു കൊടുക്കുന്നത് ക്ഷമ ഉള്ളതുകൊണ്ടാണ്. ആ ക്ഷമ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനാണ്. അത് ക്ഷമ ബലഹീനതയല്ല, ഭീരുത്വമല്ല, മറിച്ച് ബലമുള്ള ഒരു മനസ്സിൻ്റെ പ്രകടനമാണ്. ബലമുള്ള ഒരു മനസ്സിന് മാത്രമേ തനിക്ക് കിട്ടിയ അപമാനം സഹിച്ചു നിന്നിട്ട് മറുകരണം കൂടി തിരിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. മദർ തെരേസയെക്കുറിച്ച് പ്രസിദ്ധമായൊരു കഥയുണ്ടല്ലോ. അവർ തൻ്റെ സംരക്ഷണയിലുള്ള ആളുകൾക്ക് വേണ്ടി ആഹാരത്തിനായി ഒരു കട ഉടമയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, എൻ്റെ മക്കൾക്ക് അല്പം ഭക്ഷണം തരിക. മദറിനോട് ബഹുമാനമില്ലാതിരുന്ന അയാൾ മദറിൻ്റെ കയ്യിൽ കാർക്കിച്ചു തുപ്പി. മദർ അത് കണ്ടിട്ട് പറഞ്ഞു, എനിക്കുള്ളത് നിങ്ങൾ തന്നു, ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരിക. ആ അത്ഭുതകരമായ സംഭവത്തിൽ പെട്ടെന്ന് പശ്ചാത്താപം തോന്നിയ അയാൾ തൻ്റെ കടയിലുള്ള ധാരാളം ഭക്ഷണ വസ്തുക്കൾ മദറിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അമ്മയുടെ മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കുക. മദറിൻ്റെ ക്ഷമ മദറിൻ്റെ ബലത്തിൻ്റെ അടയാളമായിരുന്നു, അവളുടെ ധീരതയുടെ അടയാളമായിരുന്നു. നമുക്കും ക്ഷമിക്കാൻ സാധിക്കുന്നത് ബലഹീനതയായതുകൊണ്ടല്ല, മറിച്ച് വലിയ ബലമുള്ളതുകൊണ്ടാണ്, സ്നേഹമുള്ളിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഉപദ്രവിക്കുന്നവരോട് നമുക്ക് ക്ഷമിക്കാം. അങ്ങനെ ആത്മീയ ബലം ഉള്ളവരാണെന്ന് കാണിക്കാം. നമ്മൾ പഴയ നിയമത്തിൻ്റെ ആളുകളല്ല, പുതിയ നിയമത്തിൻ്റെ ആളുകളാണെന്ന്, ഈശോയുടെ ശിഷ്യരാണെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. ആമേൻ.